അധികാരികൾ കാണണം ഈ വയോധികരുടെ ദുരവസ്ഥ. ഏത് നിമിഷവും നിലംപതിക്കാവുന്ന മരത്തിന് കീഴെ ജീവൻ പണയം വെച്ച് അന്തി ഉറങ്ങേണ്ട ഈ വൃദ്ധ ദമ്പതികളുടെ ദുരവസ്ഥ. ദേശീയപാതയിൽ മുണ്ടക്കയം 34 മൈലിന് സമീപം റോഡിന്റെ വശത്ത് നിൽക്കുന്ന മരമാണ് ഏത് നിമിഷവും ഒടിഞ്ഞ നിലംപൊത്താറായ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. റോഡിന്റെ സംരക്ഷണ ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്ന പുളിമരത്തിന്റെ ചുവട് ഭാഗം പൂർണ്ണമായും ദ്രവിച്ച അവസ്ഥയിലാണ്. ഇതിനോട് ചേർന്നാണ് കണിയാമ്പറമ്പിൽ ജെയിംസും ഭാര്യ മറിയാമ്മയും താമസിക്കുന്നത്. അസുഖബാധിതനായ ജെയിംസ് കിടപ്പ് രോഗിയാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മറിയാമ്മയെയും അലട്ടുന്നുണ്ട്. വീടിന് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് കാണിച്ച് നിരവധി തവണ പഞ്ചായത്തിലും അധികാരികളെയും ബന്ധപ്പെട്ടെങ്കിലും തുടർ നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ലെന്ന് ഈ വയോധികർ പറയുന്നു. മരം പെരയുടെ പുറത്തോട്ട് വീഴാറായിട്ട് അങ്ങനെ നിൽക്കുക. ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്തുള്ളൂ. അത് കാരണം ഞങ്ങൾക്ക് പേടിയാണ്. പിന്നെ എത്രയും വേഗം ഇത് വെട്ടിക്കളയണം. ഞങ്ങൾ രാത്രിയിലാണേലും പേടിച്ച് അതിനകത്ത് കിടക്കുന്നേ. പിന്നെ ചാച്ചിക്കും വയ്യ, കാലും കൈയും കളഞ്ഞതാണ്. അതുകൊണ്ട് എനിക്കും കാലിനും 2 കാലിനും വേദനയും എല്ലാമാണ്. ഓരോ ദിവസവും ചെല്ലും തോറും ഇങ്ങനെ പേടിച്ച് ഇതിനകത്ത് കിടക്കുക. പെരുവന്താനം പഞ്ചായത്തിലെ 14 വാർഡിൽപ്പെട്ട സ്ഥലമാണ് ഇത്. ദേശീയപാത വിഭാഗത്തിലും പഞ്ചായത്തിലും പരാതി നൽകി വർഷങ്ങളായിട്ടും തുടർ നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ലെന്ന് ഈ വയോധികർ കുറ്റപ്പെടുത്തുന്നു. ശക്തമായ മഴ പെയ്യുമ്പോഴും കാറ്റടിക്കുമ്പോഴും സമീപത്തെ വീടുകളിൽ അഭയം തേടുകയാണ് ഈ വൃദ്ധ ദമ്പതികൾ. ഏത് നിമിഷവും നിലംപതിക്കാറായ മരത്തിന് ചുവട്ടിലെ വീടിനുള്ളിൽ ജീവൻ പണയം വെച്ച് കഴിയുകയാണ് ഈ വയോധിക ദമ്പതികൾ. അടിയന്തരമായി ഇവരുടെ ജീവന സുരക്ഷ ഒരുക്കുവാൻ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരം വെട്ടിനീക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.